ഹലോ, എല്ലാവർക്കും നമസ്കാരം. റീബുക്ക് എഡ്യൂക്കേഷന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ മക്കൾക്കും പാരൻസിനും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അപ്പോ ഇന്നത്തെ ദിവസം ഭയങ്കര പ്രത്യേക ദിവസം. ഇന്നാണ് നമ്മുടെ SSLC എക്സാമിന്റെ റിസൾട്ട് വരുന്നത്. SSLC എക്സാമിന്റെ റിസൾട്ട് വരുന്നത് മാതാപിതാക്കളും മക്കളും എല്ലാവരും ചേർന്ന് ഇന്നത്തെ ദിവസത്തിന് വേണ്ടി, അഥവാ ഒരു 3 മണി മുതൽ 4 മണി വരെയുള്ള ആ ഒരു സമയത്തിന് വേണ്ടി എല്ലാവരും ഇപ്പം തന്നെ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ്. എനിക്ക് A+ ആണ്, എനിക്ക് A+ ഉണ്ടായി, എനിക്ക് എല്ലാവരും A+ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അല്ലേ പ്രാർത്ഥിച്ചു തുടങ്ങിയതാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ പാരൻസും കുട്ടികളും അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ, അഥവാ ഒരു 5 കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോകും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് A+ ആണോ എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ കമൻറ്റിൽ നിങ്ങൾ അറിയണം. എനിക്കൊരു ഉറപ്പാണ്, ഈ വീഡിയോ കാണുന്ന എല്ലാ കുട്ടികൾക്കും A+ ആയിരിക്കും എന്നുള്ള എനിക്കൊരു ഉറപ്പുണ്ട്. കാരണം ആസ് എ അധ്യാപകൻ എനിക്ക് ഏത് കുട്ടിയായാലും എനിക്കൊരു ഉറപ്പാണ് അവർ A+ വാങ്ങും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടാവണം. കാരണം ഞാൻ പഠിപ്പിക്കുന്ന ഒരാളാണ് അല്ലേ. അപ്പോൾ ഇത് എക്സ്ക്ലൂസീവായിട്ട് നമ്മുടെ റീബുക്ക് എഡ്യൂക്കേഷനിൽ മാത്രമുള്ള. പിന്നെ ഈ SSLC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജൂണിൽ, ഞാൻ ഇതുപോലും പറയാനാണ് ഇരുന്നത്, ഈ ജൂണിൽ നമ്മുടെ ഈ ഒരു ചാനൽ റീബുക്ക് എഡ്യൂക്കേഷൻ SSLC എന്ന ഉള്ളൊരു പദവിയിലേക്ക് പോവുകയാണ്, അഥവാ ഒരു ചാനലേ ആവാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ചാനൽ ഒരു ഹൈസ്കൂൾ ചാനലാണ്, അഥവാ 8, 9, 10 ക്ലാസ്സുകൾക്ക് ഉള്ള ഒരു ചാനലാണിത്. ഇപ്പോൾ ഇതുവരെ, അഥവാ ഈ ഒരു ജൂൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ SSLCക്ക് മാത്രവും 8നും 9നും വേറെ വേറെ ചാനലുകളായിട്ട് നമ്മൾ തിരിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയണ്ടല്ലേ. നമ്മൾ 11 മണിക്ക് വന്നിട്ട് എല്ലാവരും ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത്, അഥവാ ചോറിൻ്റെ ഇടയിൽ കുറച്ചു നേരം മുമ്പ് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ സെറ്റാവാം. ഓക്കെ, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ. ഇത് ശരിക്കും 5 കാര്യങ്ങളായിട്ടല്ല ഞാൻ ഒരുക്കിയിരിക്കുന്നത്. നമ്മളോട് കുറച്ച് പേര് ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഇത് വെച്ചിരിക്കുന്നത്. പാരൻസ് ആയാലും എന്നോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, A+ കിട്ടാൻ എത്ര മാർക്ക് വേണം? നമുക്ക് A+ കിട്ടാൻ എത്ര മാർക്ക് വേണം? ഇപ്പോൾ കൊച്ചുക്കായാലും എന്നോട് ചോദിക്കാറുണ്ട്, സാറേ നമുക്ക് A+ കിട്ടാൻ എത്ര മാർക്ക് വേണം സാറേ എന്ന് ചോദിക്കുകയാണ്. ഒക്കെ മക്കളും എൻ്റെ പാരൻസും ഒന്ന് കേൾക്കുക. നമുക്ക് 2 രീതിയിലാണ് മാർക്കുകൾ വരുന്നത്. 2 രീതിയിലാണ് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും മാർക്ക് വരുന്നത്. ഒന്ന് 40 മാർക്കിനും ഒന്ന് 80 മാർക്കിനും. 2 രീതിക്കാണ്, ഒന്ന് 40 മാർക്കിനും ഒന്ന് 80 മാർക്കിനും. ഒരു മിനിറ്റ്, ഞാൻ ഇതിൻ്റെ കളറൊന്ന് മാറ്റിക്കോട്ടെ. അപ്പോൾ കുറച്ചുകൂടി നല്ല ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്, അതുകൊണ്ടാക്കാം, ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ 2 രീതിയിലാണ് നമുക്ക് മാർക്കുള്ളത്, 40 മാർക്കിനും 80 മാർക്കിനും. 40 മാർക്കിൽ നമുക്ക് വേണ്ട വിഷയങ്ങൾ ഫിസിക്സ്, ബയോളജി, കെമിസ്ട്രി, മലയാളം ഫസ്റ്റ്, സെക്കൻഡ്, ഹിന്ദി. ഇത്രയും വിഷയങ്ങൾ, അഥവാ ഇത്രയും 6 വിഷയങ്ങളാണ് അല്ലേ. 6 1, 2, 3, 4, 5, 6 അതെ 6 വിഷയങ്ങളാണ് നമുക്ക് 40 മാർക്കിന് വരുന്നത്. ഇതിൻ്റെ കൂടെ IT എന്തോ 50 മാർക്കിനാണ് വരുന്നത്. നമ്മുടെ ഇതിൽ IT പഠിപ്പിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് സമയത്തുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ്. 80 മാർക്കുണ്ട്. ഇനി 80 മാർക്കിലേക്ക് വരുമ്പോൾ ഇംഗ്ലീഷ്, സോഷ്യൽ, മാത്സ്. ഞാൻ പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷാണ്, അതുകൊണ്ട് എനിക്ക് വലിയതായിട്ട് അറിയില്ല. അപ്പോൾ ഇത്രയും സബ്ജക്റ്റുകൾ 40 മാർക്കിനും ഇത്രയും സബ്ജക്റ്റുകൾ 50 മാർക്കിനും. ഇനി നമ്മൾ ചോദ്യത്തിലേക്ക് വരികയാണ്, A+ കിട്ടാൻ എത്ര മാർക്ക് വേണം? ഇത്രയല്ലല്ലോ, നമുക്കിത് സ്കോർ ചെയ്യേണ്ട മാർക്കാണ്. എത്ര മാർക്ക് കിട്ടിയാൽ നമ്മൾ A+ കിട്ടും, അതാണ് പറയാൻ പോകുന്നത്. ഞാൻ എഴുതി കാണിക്കാം.
കുറച്ച് വലുതാക്കട്ടെ. 40 മാർക്ക്. 40 മാർക്കിൽ നിങ്ങൾക്ക് CE മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്കുണ്ട്, കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് CE മാർക്ക് എന്ന് പറഞ്ഞൊരു മാർക്കുണ്ട്, കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇൻറ്റേർണൽ കിട്ടുന്നതെന്നൊക്കെ പറയും. ഓക്കെ, നിങ്ങൾക്ക് CE മാർക്ക് 10 മാർക്ക് കിട്ടും. 40 മാർക്കിൽ നിങ്ങൾക്ക് CE മാർക്ക് 10 മാർക്ക് കിട്ടും. അപ്പോൾ കണക്റ്റ് ആയില്ല, പാരൻസിന് കണക്റ്റ് ആയില്ല. ഒന്നും ഇവർക്ക് കണക്റ്റ് ആവും, പക്ഷെ പാരൻസിന് കണക്റ്റ് ആവാൻ കുറച്ച് പാടാണ്. അതാണ് നമ്മുടെ 40 മാർക്കിന് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നമ്മൾ എഴുതുന്നതൊക്കെ അതിന് ശേഷം മാർക്ക് ഇടുന്ന സമയത്ത് നമുക്ക് 10 മാർക്ക് CE മാർക്ക് എന്ന് പറഞ്ഞ് തരും. അടുത്ത വർഷത്തേക്കില്ല, ഈ വർഷത്തെ 10ാം ക്ലാസ്സുകാർക്ക് മാത്രമുള്ള ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഈ വർഷത്തോടെ അത് നിർത്താൻ പോവുകയാണെന്നൊക്കെ പറയുന്നത് കേട്ടത്. അപ്പോൾ 10 മാർക്ക് കിട്ടുമ്പോൾ A+ കിട്ടാൻ എന്താ അത് നിങ്ങൾക്ക് A+ കിട്ടാൻ എത്ര മാർക്ക് വേണമെന്ന് പറയും? 35 മുതൽ 40 മാർക്ക് വരെ വേണം. 35 മുതൽ 40 മാർക്ക് വരെ വേണം. അപ്പോൾ എല്ലാവരും ചോദിക്കും, സാറേ ഇത് ഇത്രയൊക്കെ ഇത് നമ്മൾ എഴുതി വാങ്ങണ്ടല്ലോ എന്ന് പറഞ്ഞ് പലരും എന്നോട് പറയണേ. 35 മാർക്ക് നമ്മൾ എഴുതി നേടണം, അല്ലാതെ ഈ 10 മാർക്ക് എവിടെ ഇങ്ങനെ ഇട്ട് തരല്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 35 മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ A+. അപ്പോൾ നമ്മൾ ഒരു 25 മാർക്ക് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഈ 10 കൂടി ചേർത്ത് 35 ആയിക്കോളും. അങ്ങനെയല്ല, നിങ്ങൾ 25 മാർക്കല്ല എഴുതി നേടേണ്ടത്, ഫുള്ളായിട്ട് ഈ ഒരു മാർക്ക് നിങ്ങൾ നേടിയിരിക്കണം. 35 തൊട്ട് 40 വരെയുള്ള മാർക്കിൻ്റെ ഇടയ്ക്കോ അതോ 35ഓ 40ഓ മാർക്ക് നിങ്ങൾ വാങ്ങിയിരിക്കണം. എന്നാൽ മാത്രമേ ഉള്ളൂ A+. അപ്പോൾ സാറ് പറഞ്ഞല്ലോ ഈ CE മാർക്ക് ഇട്ട് തരുന്നു, അതെവിടെ ഇട്ട് തരുന്നു? മക്കളെ, നിങ്ങൾക്ക് ശരിക്കും A+ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ 50ലാണ്. നിങ്ങൾക്ക് 40 എന്ന് പറയുന്നേ ഉള്ളൂ. ഈ CE മാർക്ക് ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് 40 ഇട്ട് തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ശരിക്കും 50ആണ് ഫുള്ള്. ഓക്കെ, ഫുള്ളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A+. 50ആണ് A+, 40 കേട്ടോ, 40. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് 35 മുതൽ 40 മാർക്ക് വാങ്ങിച്ചാൽ ഈ 35നെ അവർ 10 കൂട്ടും. ഈ 35ലെ ഇവർ 10 കൂട്ടും. 10 കൂട്ടുമ്പോൾ എത്രയായി? 10 കൂട്ടുമ്പോൾ എത്രയായി? അത് 45. 40നെയും 10 കൂട്ടും, അപ്പോൾ എത്രയായി? 50. അപ്പം 45 മുതൽ 50 മാർക്ക് കിട്ടുമ്പോൾ നമുക്ക് എന്തായി? A+ ആയി. സെറ്റല്ലേ? സെറ്റാണോ? സെറ്റല്ലേ? പാരൻസിന് മനസ്സിലായോ? അഥവാ ഞാൻ ആദ്യം തൊട്ടെല്ലാം പറഞ്ഞുതരാം. കാരണം ചിലവർക്ക് ഇങ്ങനെ മനസ്സിലാവും, അത് അവരുടെ ഇതായിരിക്കും, ഒരു കണ്ടോട്ടിങ്ങനെ. അപ്പോൾ അവർക്ക് മനസ്സിലാവാൻ കുറച്ച് ടൈമാണ്. അതാണ് ഞാൻ ഇങ്ങനെ പറയാറ്. ചിലപ്പോൾ ഒരു ഓഡിയോയുടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അഥവാ ഇത് രാവിലെ ഒരു ഓഡിയോയുടെ പ്രശ്നം, അഥവാ സൗണ്ട് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. ഓക്കെ, അത് പ്രശ്നമില്ലാതെ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് 2 ക്ലാസ്സാണ് എനിക്കുള്ളത്. ഒന്ന് ഈ ക്ലാസ്, ഒന്ന് ഈ 11 മണിക്കുള്ള ഈ ക്ലാസ്, പിന്നെ 7:30 എനിക്കൊരു 10ാം ക്ലാസ്സിൻ്റെ ലൈവുണ്ട്. ഈ 10ാം ക്ലാസ്സിനല്ല, ഇനി വരാൻ പോകുന്ന 10ാം ക്ലാസ്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ 3ാമത്തെ പാർട്ട്. ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾഡ് മാൻ വിത്ത് എനോർമസ് വിങ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ 3rd പാർട്ട് എടുക്കാനുണ്ട്. നമ്മൾ 2 പാർട്ടും നല്ല സുഖമായിട്ട് കൊണ്ടുപോകുക. നമ്മൾ കുറച്ച് എടുക്കുള്ളൂ. അങ്ങനെ വലിച്ച് എന്ന് പറഞ്ഞാൽ വലുതായിട്ട് അങ്ങനെ എടുക്കും. പെട്ടെന്ന് ഒരു പാർട്ടിൽ തന്നെ എല്ലാം തീർക്കുകയല്ല, കുറച്ചായിട്ട് എടുക്കും. എന്തുകൊണ്ടുകൊണ്ട് വലിച്ചങ്ങോട്ട് നീട്ടില്ല കേട്ടോ.
ഒരു 5 പാർട്ട്, ഒരു 5 പാർട്ട് വരെ ഉണ്ടാവും. അങ്ങനെ 5ാമത്തെ പാർട്ടിൽ നമ്മുടെ ഡിസ്കോഴ്സസ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മുടെ ഈ വർഷത്തെ ഒരു ഇത് പോകുന്നത്. നിങ്ങളുടെ വീട്ടിലെ അനിയന്മാരോ അനിയത്തിമാരോ എന്തെങ്കിലും നമുക്ക് 9ാം ക്ലാസ്സിൽ 10ാം ക്ലാസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾ പ്രിഫർ ചെയ്യുക. കാരണം നമ്മൾ മാക്സിമം നമ്മൾ പൈസയല്ല ഉദ്ദേശിക്കുന്നത്, പൈസയല്ല, നമുക്ക് ഈ ആപ്പൊന്നുമില്ല, നമുക്ക് ഇതേപോലത്തെ ആപ്പൊന്നുമില്ല. നമ്മുടെ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട്, അഥവാ നെറ്റ് മാത്രം മതി. അത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് യൂട്യൂബിൽ തന്നെ കാണാൻ പറ്റുന്ന രീതിക്കാണ് നമ്മളിത് ഒരുക്കുന്നത്. ഓക്കെ, സെറ്റാണെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. അപ്പോൾ 40 മാർക്കിന് ഞാൻ ഒന്നുകൂടി പറയാണ്, നമ്മുടെ 40 മാർക്കിന് നമുക്ക് 10 മാർക്ക് CE ആയിരിക്കും. എന്തായിരിക്കും CE മാർക്കായിരിക്കും. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. എന്നാൽ നമ്മൾ എത്ര മാർക്ക് വാങ്ങണം? A+ൻ്റെ കാര്യമായിട്ടോ ഞാൻ പറയുന്നുള്ളൂ. ഇതിൻ്റെ താഴത്തേക്കാണെങ്കിലും 10 C മാർക്ക് കിട്ടും. എന്തായാലും C മാർക്ക് എന്തായാലും കിട്ടും. അപ്പോൾ A+ന് നിങ്ങൾ വാങ്ങേണ്ടത് 35 മുതൽ 45 40 വരെയുള്ള മാർക്കാണ്. അഥവാ നിങ്ങൾ 35, 36, 37, 38, 39, 40 വരെ ഉള്ളൂ മാക്സിമം. 40 വരെ വാങ്ങുന്നവർക്കാണ് A+ കിട്ടുള്ളൂ. അത് 40 മാർക്കിൽ സെറ്റാണ്. അപ്പോൾ ഈ C മാർക്ക് കിട്ടുന്നത് ഈ ഒരു 35 എന്തായി മാറും? 45 മാറും. ഈ ഒരു 40 എന്തായി മാറും? 50 മാറും. അങ്ങനെയാണ് CE മാർക്ക് കിട്ടുന്നത്. CE മാർക്ക് അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ എന്ത് പോവും? നമുക്ക് A+ കിട്ടും. നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു A+ കിട്ടും. ഓക്കെ ആണോ? സെറ്റാണോ? ഇത്ര സെറ്റല്ലേ? ഇത്ര ഓക്കെ. അപ്പോൾ ഈ 10 മാർക്കാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. ഇനി നമ്മൾ 80 മാർക്കിൻ്റെ ടൈറ്റിലേക്ക് വരുമ്പോൾ 40 മാർക്കിന് 10 ആണെങ്കിൽ 80 മാർക്കിനാകുമ്പോൾ അത് ഇരട്ടിയാകും. അതെന്താവും? ഇരട്ടിയാകുമ്പോൾ അത് എത്രയാവും? 20 മാർക്കാവും. എത്രയാവും? 20 മാർക്കാവും. അപ്പോൾ CE മാർക്കാണ് ഈ 20. ഓക്കെ, സെറ്റാണോ? സെറ്റല്ലേ? അഥവാ 40 മാർക്കിന് 10 ആണെങ്കിൽ 80 മാർക്ക് വരുമ്പോഴേക്കും 20 ആവും. അപ്പോൾ ഇതിൽ A+ കിട്ടണമെങ്കിൽ നിങ്ങൾ കുറച്ച് പാടുപെടും. 72 മാർക്ക് മുതൽ 80 മാർക്ക് വരെയാണ് ഇതിലെ A+. ഇതിൽ കുറച്ച് പാടുപെടേണ്ട വരും നിങ്ങൾ. അഥവാ 72 മുതൽ 80 വരെയാണ് ഇതിലെ ഇത്. ഇനി ഇതിലെങ്ങനെയാണ് CE മാർക്ക് കൂട്ടുന്നതെന്നല്ലേ? ഇതിൽ 20 ആയിട്ട് ഈ 72 നമുക്ക് 92 ആവും. ഈ 80-ൽ 20 കൂട്ടി അത് 100 ആവും. അപ്പോൾ നിങ്ങൾക്ക് 92 മുതൽ 100 വരെ മാർക്ക് വാങ്ങിച്ചാൽ നിങ്ങൾക്ക് A+ ഉറപ്പ്. അപ്പോൾ എന്തായി? നിങ്ങൾക്ക് ഇംഗ്ലീഷ്, സോഷ്യൽ, മാത്സ് തുടങ്ങിയവ നിങ്ങൾക്ക് 72 മാർക്കുണ്ടെങ്കിൽ മാക്സിമം 72 മിനിമം 72 മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ A+ കിട്ടും. 40 മാർക്കിന് മിനിമം 35 മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ A+ കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, സെറ്റ്. എന്നാൽ അടുത്ത ചോദ്യം ഞങ്ങൾ, അതിപ്പോൾ കുട്ടികൾ പറയണ പോലെ ഞങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ജയിക്കുമോ? സംശയം. ഞങ്ങൾ എല്ലാ പരീക്ഷയ്ക്കും ജയിക്കും എന്നുള്ള സംശയം നിങ്ങൾക്ക് വേണ്ട മക്കളെ. എല്ലാവരും ജയിക്കും. കാരണം CE മാർക്ക് മാറണം. CE മാർക്ക് 40-ന് നമ്മൾ പറഞ്ഞു 10 മാർക്ക് കിട്ടും. CE മാർക്ക് 80 മാർക്കിനാണെങ്കിൽ നമുക്ക് 20 മാർക്ക് ഫ്രീ ആയിട്ട് തരണ പോലെയാണ്. ഫ്രീ ആയിട്ട് ഇന്റേണൽ ശരിക്കും നിങ്ങളുടെ ടീച്ചർമാരാണ് നമുക്ക്
തരുന്നത്. ഇപ്പോൾ ക്ലാസ്സിൽ മര്യാദയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ ക്ലാസ്സിലിപ്പോൾ മര്യാദയ്ക്ക് ഇരിക്കില്ലേ, മിണ്ടാതിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക, പിന്നെ ക്ലാസ്സിൽ എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്. തരികടയൊക്കെ ആണെങ്കിൽ അവർ ചിലപ്പോൾ 15 മാർക്കൊക്കെ ആയിരിക്കും CE മാർക്കായിട്ട് തരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ടീച്ചേഴ്സ് ഇടുന്ന മാർക്കാണ് CE മാർക്ക്. എന്ന് പറഞ്ഞാൽ കൃത്യം 20 മാർക്ക് കിട്ടുമെന്ന് ഞാൻ പറയില്ല. നിങ്ങളുടെ ഒരു പെർഫോമൻസ് അഥവാ ക്ലാസ്സിലെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ഇതിലെ മാർക്ക് കൂടുന്നത്. നിങ്ങൾ സ്കൂളിൽ അടി ഇടി വെടി കുത്ത് ഇതൊക്കെ നടക്കുന്ന കൊച്ചുങ്ങളാണെങ്കിൽ ചിലപ്പോൾ 1-2 മാർക്ക് ചിലപ്പോൾ ഇതിൽ നിന്ന് കുറഞ്ഞൊന്നുണ്ടാവാം. അത് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ക്ലാസ് ടീച്ചറാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ കുറച്ചിടാനൊക്കെ സാധ്യത കൂടുതലാണ്. അതെ, എങ്ങാനും കൊച്ചിൻ്റെ ഭാവി ആലോചിച്ചിട്ട് CE മാർക്ക് ഇട്ട് കൊടുക്കുന്ന ടീച്ചർമാരും ഉണ്ടല്ലോ, അങ്ങനെയുണ്ട്. ഇനി ഞങ്ങൾ ജയിക്കാൻ എത്ര മാർക്ക് വേണം? ഞങ്ങൾ ജയിക്കാൻ ഇവിടെ എന്താ പറഞ്ഞു ചോദിച്ചു, A+ കിട്ടാൻ എത്ര മാർക്ക് വേണമെന്ന്. ഇവിടെ ഞങ്ങൾ ജയിക്കാൻ എത്ര മാർക്ക് വേണം? നിങ്ങൾ ജയിക്കാൻ 40 മാർക്കിൽ 13 മാർക്കിന് മേലെ വേണം. 13 മാർക്കിന് മേലെ വേണം. 80 മാർക്കിനാണെങ്കിൽ 24 മാർക്കിന് മേലെ വേണം. ഇത് നിങ്ങൾ എഴുതിയെടുക്കണമെന്ന് തന്നെ ഇല്ല. ഈ CE മാർക്ക് കൂട്ടിയാണെങ്കിലും ജയിച്ചാൽ മതി. ഈ ഒരു CE മാർക്ക് കൂട്ടിയാണെങ്കിലും ജയിച്ചാൽ മതി. അഥവാ ഞാനൊരു കാര്യം പറയാം, നമുക്ക് ജയിക്കണമെങ്കിൽ ഇപ്പം 15 മാർക്കിനാണ്. അപ്പോൾ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടി ഒരു വിഷയത്തിന്. 40 മാർക്കിൻ്റെ ഇതിലാണെന്നുണ്ടോ വിചാരിക്കുക. 40 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടി. 40 മാർക്കിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടി. അപ്പോൾ വിചാരിക്കുക കേട്ടോ, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ജയിച്ചു. ഓക്കെ, നിങ്ങൾ ജയിച്ചോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജയിച്ചു. തോറ്റോന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മാർക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോ ഒരു മാർക്കാണ്. അപ്പോൾ നിങ്ങൾക്കൊരു D ആയിരിക്കും മിക്കവാറും കിട്ടുക, അല്ലെങ്കിൽ D ആയിരിക്കും കിട്ടുക. അപ്പോൾ 5 മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ ജയിച്ചു. എന്നാലും വലിയ മാർക്കൊന്നും ഉണ്ടാവില്ല, D ആയിരിക്കും. ഓക്കെ, അതിൻ്റെ മാർക്ക് ഇവിടെ നോക്കുക 13 മാർക്കാണ്. ഇവിടെ നമുക്ക് 10 മാർക്കാണ് ഇവിടെ ഇട്ട് തരുന്നത്. ഒരു 10 മാർക്ക് ഇട്ട് തരും. അപ്പോൾ 10 മാർക്ക് ഇട്ട് തരുമ്പോൾ ഇവിടെ എന്താവും? 15 മാർക്കാവും. 5 മാർക്ക് വാങ്ങിച്ച കുട്ടി CE മാർക്കും കൂടി കൂടുമ്പോൾ 15 മാർക്കാവും. അപ്പോൾ 13 മേലെ മാർക്ക് മതി 40 മാർക്കിന്. അഥവാ 5 മാർക്ക് വാങ്ങിച്ച കുട്ടിക്ക് 5 മാർക്ക് ആർക്കാണെങ്കിലും പെട്ടെന്ന് വാങ്ങാം എന്ന് പറഞ്ഞാൽ അത്രയും ഇതായിട്ട് നമുക്ക് 1 വേർഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടി. ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും 1 വേർഡൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടി. ഇംഗ്ലീഷിലും 1 വേർഡ്സൊക്കെ ഉണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ബിലോ ആവറേജ് കുട്ടികളാണ് 42 മാർക്ക് ഒക്കെ വാങ്ങുന്നത് 80-ൽ. പിന്നെ അതും ലോയാണ്, എന്നാലും മാക്സിമം അവർ ശ്രമിച്ച് വാങ്ങുന്നതാണ് അതൊക്കെ. അപ്പോൾ 40 മാർക്കിൽ 5 മാർക്ക് വാങ്ങിച്ച കുട്ടി CE മാർക്ക് കിട്ടിയപ്പോൾ 15 മാർക്കായി. അങ്ങനെ അവൻ ജയിച്ചു. എല്ലാവരും ജയിപ്പിച്ചു പറഞ്ഞ പോലെയാണോ? ഓക്കെ, ഇനി ഇതേപോലെ തന്നെ 5 മാർക്കുള്ള കുട്ടി 80 മാർക്കിലേക്ക് വരുവാണ്. ഇതേപോലെ 5 മാർക്കുള്ള കുട്ടി 80ലേക്ക് വരികയാണെങ്കിൽ 80 മാർക്കിൽ നിങ്ങൾക്ക് 24 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. 24 മാർക്കിനും മേലെ, 24 മാർക്കിനും മേലെ. അപ്പോൾ ഇവിടെ 80 മാർക്കിന് CE മാർക്ക് ഇട്ട് കൊടുക്കുന്നത് 20 മാർക്കാണ്. 20 മാർക്ക് എന്തായാലും ഇട്ട് കൊടുക്കും, അത് ഉറപ്പാണ്. എന്തായാലും CE മാർക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഇവിടെ വരുമ്പോൾ ഈ 20 കൂടി കൂട്ടുമ്പോൾ അത് 25 മാർക്കായി കൂടും. അപ്പോൾ 24 മാർക്കിന് മേലെ കുട്ടി വാങ്ങിച്ചു. അങ്ങനെ കുട്ടി എന്തായി? ഡി ഗ്രേഡോടെ കുട്ടി ജയിച്ചു. അങ്ങനെയാണ് ജയിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എല്ലാ വിഷയത്തിനും ജയിക്കും. എല്ലാ വിഷയത്തിനും ജയിക്കും. പേടിക്കൊന്നും വേണ്ട, നിങ്ങളുടെ കോൺഫിഡൻസാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, തീർന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ സബ്സ്ക്രൈബിൻ്റെ ചിഹ്നം കണ്ടിട്ട് തീർന്നിട്ടില്ല.
ഓക്കെ, ഇനി ചെറിയൊരു കാര്യം പറയാണ് ഞങ്ങളുടെ പാരൻസിനോട് കൂടിയാണ്. ഓക്കെ, കൂടുതൽ വീഡിയോസിന് വേണ്ടി ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നിങ്ങളുടെ അടുത്ത് വല്ല കൊച്ചുങ്ങളോ അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അനിയത്തിമാരോ അനിയന്മാരോ ഒക്കെ ആരെങ്കിലും ഇനി 10ലേക്കോ 9ൽ നിന്ന് 10ലേക്കോ 8ൽ നിന്ന് 9ലേക്കോ 9ൽ നിന്ന് 7ൽ നിന്ന് 8ലേക്കോ ഉള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്മുടെ റീബുക്ക് എഡ്യൂക്കേഷൻ്റെ മറ്റു ക്ലാസ്സുകളുണ്ട്. ഇപ്പോൾ 9ൽ നിന്ന് 10ലേക്ക് വരുന്ന കുട്ടികൾക്ക് നമ്മൾ ഈ ജൂണിൽ ഇപ്പോഴേ ക്ലാസ് തുടങ്ങി, പക്ഷേ ഈ ജൂണിൽ റീബുക്ക് എഡ്യൂക്കേഷൻ SSLC എന്ന ഈ ഒരു ചാനൽ മാറാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞ് നമ്മൾ മാക്സിമം ഈ ചാനലിൽ തന്നെയാണ് എല്ലാ വീഡിയോസും ഇടുക. യൂട്യൂബിൽ നമുക്ക് നമ്മുടെ പ്രത്യേകതകളാണെങ്കിൽ പറയുകയാണെങ്കിൽ നമുക്ക് പരീക്ഷ ടൈമിൽ നമ്മുടെ വാട്സപ്പ് ചാനലിൽ നമുക്ക് വാട്സപ്പ് ചാനലുണ്ട്, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ. ഓക്കെ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറെ നമ്മൾ എല്ലാ ടെക്സ്റ്റിൽ നിന്നും എല്ലാ വിഷയത്തിൽ നിന്നും ഓരോരോ ക്വസ്റ്റ്യൻസ് എടുക്കും. പിന്നെ അല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് ആയാലും ഡിസ്കസ്, ഞാൻ ഇംഗ്ലീഷ് സാറാണ്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിൻ്റെ കാര്യം പറയാണ്. ഇംഗ്ലീഷ് ആകുമ്പോൾ വളരെ നന്നായിട്ട് പഠിക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് 2 ടൈപ്പാണ് എടുക്കുന്നത്. ഒന്ന് ടെക്സ്റ്റ് വൈസ് ഉള്ള ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്, പിന്നെ രണ്ടാമത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ പോലത്തെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അത് തുടങ്ങുന്നേ ഉള്ളൂ. എന്തായാലും അത് നമ്മൾ പ്ലാനിങ്ങിലാണ്. കാരണം നമ്മൾ ഒരു ചെറിയ സംരംഭമാണ്, അതിങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് കൂടുതൽ സാധനങ്ങൾ, ഇപ്പോൾ ഒരു ബിസിനസ് ആയാലും അതിങ്ങനെ കയറി വന്നാൽ അതിൽ നിന്ന് ലാഭം കിട്ടിയാലല്ലേ നമ്മളിങ്ങനെ ഇടുള്ളൂ. അങ്ങനെയല്ല, ഇതിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറേ കുട്ടികളാണ് നമ്മുടെ ലാഭം എന്ന് പറഞ്ഞാൽ കുറേ കുട്ടികൾ നമ്മൾക്ക് പഠിക്കാൻ വരുന്നു, അതാണ് നമ്മുടെ ലാഭം. കുട്ടികളാണ് ഞങ്ങളുടെ ലാഭം. ഇത്രയും കുട്ടികൾ ഞങ്ങൾക്ക് പഠിക്കാൻ വന്നല്ലോ എന്നുള്ള ഒരു സമാധാനമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇവിടെയുള്ള എല്ലാ ടീച്ചർമാർക്കും നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്താണ് ഓരോ സ്ലൈഡുകളും ഉണ്ടാക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷാണ് ഇപ്പോൾ ചാപ്റ്റർ വൈസ് തുടങ്ങിയിട്ടുള്ളൂ. 2 പാർട്ടുള്ള വീഡിയോ എടുത്ത് നോക്കിയാലും സ്ലൈഡുകൾ വളരെ പക്കയായിട്ട് വളരെ ഇതായിട്ട് വിഷ്വലൈസ് ആയിട്ടൊക്കെയാണ് ഞങ്ങൾ കറക്റ്റായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷിലായാലും ഒരു ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിലെ റിവിഷൻ നോട്ടുകൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ഞാൻ കുറച്ചിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഈ ജൂണിൽ നമ്മൾ ഈ റീബുക്ക് എഡ്യൂക്കേഷൻ SSLC എന്ന് പറഞ്ഞ ചാനൽ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെ ഒരു അനുഗ്രഹം വേണമെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഞങ്ങൾ പെട്ടെന്ന് തീർക്കും, കാരണം 1 മണിക്കൂറൊന്നും എടുക്കില്ല. ഇപ്പോൾ തന്നെ ഒരു 22 മിനിറ്റ് ആയിരുന്നു നമ്മൾ എടുത്തിട്ട്. ഓക്കെ, 11:22 ആയിരുന്നു അല്ലേ? ആയി കാണും. അപ്പോൾ ഇത് പാരൻസ് ചോദിക്കുന്ന ഒരു ഇതാണ്. ഇപ്പം എല്ലാ പാരൻസും ഞാൻ കഴിഞ്ഞ ആഴ്ച പോയപ്പോൾ നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇനിയിപ്പോൾ അഥവാ 9ൽ നിന്ന് 10ലേക്ക് പോകുന്ന ഒരു കൊച്ചിൻ്റെ പാരൻറ്റ് ചോദിച്ചാണ്, കുറച്ച് വയസ്സുണ്ട് മോനെ, വിദ്യാഭ്യാസ മന്ത്രി ഇല്ലല്ലോ, പിന്നെ ആരാ ഈ പരീക്ഷാഫലങ്ങൾ പുറത്തു വിടുന്നത്? വിദ്യാഭ്യാസ മന്ത്രി ഇല്ലല്ലോ, പിന്നെ ആരാണ് പരീക്ഷാഫലങ്ങൾ പുറത്തേക്ക് വിടുന്നത്? എന്നാൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ. എന്ന് പറഞ്ഞാൽ കൊച്ചുങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ മന്ത്രികൾ മാത്രമല്ല, വേറെ ജനറൽ എഡ്യൂക്കേഷൻ വകുപ്പിൻ്റെ സെക്രട്ടറി, ഡയറക്ടറൊക്കെ ഉണ്ട്. അവരൊക്കെ ചേർന്നാണ് ഇത് ഇന്ന് 3 മണി മുതൽ 4 മണി വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്കാണ് ഈ ഒരു പബ്ലിഷ് നടക്കുന്നത്. സെക്രട്ടറി ഓഫ് ജനറൽ എഡ്യൂക്കേഷനും ഡയറക്ടർ ഓഫ് ജനറൽ എഡ്യൂക്കേഷനും കൂടിയാണ് ഇന്ന് ഈ ഒരു ഫലം പുറത്തു വിടുന്നത്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഞാൻ പറഞ്ഞില്ല, വേറൊരായിട്ട് ഞാൻ പറഞ്ഞ് വേർപ്പിക്കുന്നില്ല. അടുത്തത് SSLC റിസൾട്ട് ഏതൊക്കെ വെബ്സൈറ്റിലൂടെ അറിയാൻ പറ്റും? ഏതൊക്കെ വെബ്സൈറ്റ്? ഞാനൊരു 5 വെബ്സൈറ്റ് പറയാം. ഞാനൊരു 5 വെബ്സൈറ്റിൻ്റെ കാര്യം പറയാം. ദിസ് ഈസ്
ദിസ് ഈസ് എക്സ്ക്ലൂസീവ് ഇൻ റീബുക്ക് എഡ്യൂക്കേഷനിൽ മാത്രം കണ്ടുവരുന്ന ഒരു ഇതാണ്. 5 5എണ്ണം ഇല്ലയെന്ന് തോന്നുന്നു, 4എണ്ണം. ഓക്കെ, ഞാൻ അത് ഇതിൽ ചെയ്തപ്പോൾ പറ്റിയതാണ്. ഞാൻ 5എണ്ണമാണ് നോക്കിയത്. ഓക്കെ വെച്ചായിരുന്നു, പക്ഷേ ചേട്ടാ ഇടാൻ പറ്റിയില്ല. ഓക്കെ, ഇത്ര ഇരിക്കട്ടെ. ഞാൻ ഇതുവരെ നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഈ 2 വെബ്സൈറ്റ് ഇപ്പോൾ വർക്കിംഗ് അല്ല. കാരണം ഒരു ചെറിയൊരു ലോഡിങ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ രണ്ട് നല്ലോണം വർക്കിംഗ് ആണ്. 2 വെബ്സൈറ്റിലും നിങ്ങൾ കയറിയിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൽ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ റിസൾട്ട് വന്നതിന് ശേഷം മാത്രം കയറുക. കാരണം അതിന് മുമ്പ് കയറി കഴിഞ്ഞാൽ ഒന്നും കാണിക്കില്ല. ഞാൻ കുറച്ച് നേരം മുമ്പ് നോക്കിയായിരുന്നു. അപ്പോൾ റിസൾട്ട് വന്നതിന് മാത്രം നോക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ വല്ല വെബ്സൈറ്റിൻ്റെ പേര് അറിയാമെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്കൊരു പ്രശ്നമില്ല. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ അറിയാമെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് അറിയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അഥവാ നമ്മൾ കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് കിട്ടി. അഥവാ നമ്മുടെ എത്ര 40 മാർക്കിന് എത്ര സബ്ജക്റ്റുകളുണ്ട്, 80 മാർക്കിന് എത്ര സബ്ജക്റ്റുകളുണ്ട്, പിന്നെ അതിലെ സീസൺ മാർക്ക് എത്രയുണ്ട്, പിന്നെ അതൊക്കെ നമുക്ക് ഇത്ര മാർക്കിൽ എത്ര മാർക്ക് വാങ്ങിച്ചാലേ ജയിക്കാൻ പറ്റുക എന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിലേക്ക് പഠിച്ചു. അപ്പോൾ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് see you the next video by Rebook Educations. SSLC കുട്ടികൾക്ക് ഞാൻ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും A+ കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ വിശ്വാസം എനിക്ക് നല്ലത് വരട്ടെ, നിങ്ങൾക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ബൈ.